ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീദ് മധുസൂദനൻ. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് നിമിഷപ്രിയയെ കുറിച്ചാണ്. ആരാണ് നിമിഷപ്രിയ, അല്ലെങ്കിൽ എന്താണ് അവർ ഇത്രമാത്രം ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയാം. അതായത് നിമിഷപ്രിയ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ്, ഒരു നേഴ്സാണ്. ഇവര് ജോലി തേടി യമനിൽ ചെല്ലുകയും അവിടെ ഒരു ക്ലിനിക്കൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു 2010-11 കാലഘട്ടത്തിൽ. അതിനുശേഷം അവര് തിരിച്ച് നാട്ടിലെത്തുകയും വിവാഹം കഴിയുകയും പിന്നീട് വീണ്ടും യമനിലേക്ക് ചെല്ലുകയും ചെയ്തു. അപ്പം ഈ ഒരു സമയത്ത് ആദ്യം അവർ നേഴ്സായിട്ടാണ് പോയതെങ്കിൽ ഈ ഒരു സമയത്ത് അവിടുത്തെ ഒരു യമൻ പൗരൻ, അയാളുടെ പേര് തലാൽ അബ്ദു മഹദി എന്നാണ്. അപ്പം അയാളെ പരിചയപ്പെടുകയും അയാളുമായിട്ട് ചേർന്നിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം, തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി വരുമാനം കൂടും, തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം ആ സ്ത്രീ അയാളുമായിട്ട്, അവിടുത്തെ യമൻ പൗരനുമായിട്ട് ചേർന്നിട്ട്. യമൻ പോലൊരു രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇസ്ലാം രാഷ്ട്രമാണ്. അവിടെ കൃത്യമായിട്ടൊരു നിയമ സംവിധാനങ്ങളോ ശരിയത്ത് നിയമം അനുസരിച്ചാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു സർക്കാരോ അതിൽ നീതിന്യായ വ്യവസ്ഥയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ കുറച്ച് നൂലാമാലകളുണ്ട്. സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ കുറേയേറെ നൂലാമാലകൾ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ യമൻ പൗരനുമായിട്ട് ചേർന്നുകൊണ്ട് എന്തൊക്കെയോ കൃത്രിമം നടത്തിയിട്ടുണ്ട് അതിനകത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് അങ്ങനെ രേഖ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ പലതും പറയുന്നുണ്ട്. എന്തായാലും വിവാഹം കഴിച്ചെന്ന് രേഖ ഉണ്ടാക്കിയിട്ടാണ് ഈ നിമിഷപ്രിയയും ഈ തലാലും ചേർന്ന് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും. പക്ഷേ തുടർന്ന് അങ്ങോട്ട് നിമിഷപ്രിയയുടെ ജീവിതം വളരെയേറെ ദുസ്സഹമായി മാറുകയായിരുന്നു. കാരണം ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ഈ തലാൽ നിമിഷപ്രിയയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കാരണം ഇന്ത്യക്ക് ഒരു എംബസി പോലും ഇല്ല ആ ഒരു രാജ്യത്ത്. അത്രമാത്രം കലുഷിതമാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. ഓരോ പ്രവിശ്യകളും ഓരോ തീവ്രവാദ ഗ്രൂപ്പുകളും ഓരോ വിമത ഗ്രൂപ്പുകളുമാണ് ഭരിക്കുന്നത്. കൃത്യമായിട്ടൊരു സർക്കാർ സംവിധാനം പോലും ഇല്ല. അപ്പൊ അവിടെ ഒരാളുടെ ചൂഷണത്തിന് വിധേയമാകുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കുക എന്നുള്ള ഒറ്റ നിവൃത്തിയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സഹികെട്ടായിരിക്കണം അവർ ഒരാളുടെ സഹായത്തോടു കൂടി ഇയാളെ കൊല്ലുകയും തുടർന്ന് അവര് പിടിക്കപ്പെടുകയും അവിടെ വിചാരണ നേരിടുകയും അവരുടെ എല്ലാ കോടതികളും ഇവർക്ക് വധശിക്ഷയാണ് വിധിച്ചത്. അപ്പം എല്ലാ കോടതികളും ഇവരുടെ ദയാഹർജികൾ തള്ളുകയും വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഒരു ഡേറ്റ് വരെ ഈ കഴിഞ്ഞ ദിവസം ജൂലൈ 17 ആയിരുന്നു അവസാന ഡേറ്റ്. അപ്പം എന്തായാലും പക്ഷെ കുറച്ച് ആൾക്കാരുടെ, മനുഷ്യാവകാശ പ്രവർത്തകരുടെയും സംഘടനകളുടെയും ഒക്കെ ഒരു പ്രയത്നഫലമായിട്ട് ഈ വധശിക്ഷ നീട്ടിവെക്കുകയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ ആളുകൾ നമ്മുടെ ചാനൽസിലും ഒക്കെ വന്നിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് പറയുന്നത് കേട്ടു, നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു ഭാര്യയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ സുഹൃത്തിനോ അല്ലെങ്കിൽ സഹോദരിക്കോ ആർക്കെങ്കിലും, നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ആണ് ഇങ്ങനെ അവസ്ഥ വന്നിരുന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു എന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം യമൻ പോലൊരു രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിലധികമായി തടവിൽ കഴിയണം. ഓരോ നിമിഷവും വധശിക്ഷ കാത്ത് കഴിയുന്ന ഒരാളുടെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നിമിഷപ്രിയ എതിർക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ തെറ്റ് ചെയ്തു, അവർ അയാളെ കൊന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. മറ്റൊരാളുടെ സഹായത്തോടു കൂടി കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം സഹിച്ചിട്ടായിരിക്കണം ആ കൊലപാതകം അവര് ചെയ്തേക്കുന്നത്. അപ്പം അത് സാഹചര്യങ്ങൾ മൂലം പറ്റിപ്പോയതാണ്. അതിന് ഇൻ കേസ് ഇനി അഥവാ അവര് തെറ്റ് ചെയ്തു എന്ന് തന്നെ നമ്മൾ വിചാരിച്ചാലും കഴിഞ്ഞ 10 വർഷത്തിലധികമായി അവർ യമനിലെ ഒരു ജയിലിൽ തടവിൽ കഴിയുകയാണ്. ഓരോ നിമിഷവും ഈ പറയുന്ന പോലെ തന്നെ വധശിക്ഷ കാത്ത്. അവരുടെ ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ? അതായത് നാളെ കൊല്ലപ്പെടും അല്ലെങ്കിൽ അടുത്ത ദിവസം കൊല്ലപ്പെടും എന്നൊരു ചിന്തയിലാണ് അവർ കഴിഞ്ഞ 10-12 വർഷത്തോളമായിട്ട് അവരവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, വധശിക്ഷ ഒഴിവായി അവർ നാട്ടിലെത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഒരു മെന്റൽ ട്രോമ അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. അപ്പൊ ഈ തെറ്റ് ചെയ്തു എന്ന് കരുതിയാൽ കൂടി അവരതിനുള്ള ശിക്ഷ ഓൾറെഡി അനുഭവിച്ച് കഴിഞ്ഞില്ലേ. ഓരോ ദിവസവും മരിച്ചാണ് അവർ ജീവിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നാൽ പോലും ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന നമ്മുടെ നാട്ടിലെയൊക്കെ നിയമവ്യവസ്ഥ ഉള്ളപ്പോഴാണ് ഇവിടെ ഇരുന്നു കൊണ്ട് പലരും നിമിഷപ്രിയ തെറ്റുകാരിയാണ്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പം ദയവ് ചെയ്ത് ഒരു സ്ത്രീയാണെന്നൊരു മാനുഷിക പരിഗണനയെങ്കിലും വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കരുത്. സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, അവരെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ ഈ ഒരു കാര്യത്തിൽ അവരെ എതിർക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൂ.
ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയേറെ ആൾക്കാർ ഇവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിലും മീഡിയാസിനും അവർ ചാനൽസിനും ഒക്കെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് പല പല കള്ളത്തരങ്ങളും പല രീതിയിൽ പല വാർത്തകളും പടച്ചു വിടുന്നുണ്ട്. കൊല്ലപ്പെട്ട യമൻ സ്വദേശിയുടെ കുടുംബം ഒരു പരിധി വരെ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ നിരന്തരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ന്യൂസുകൾ, നാഷണൽ മീഡിയാസും നമ്മുടെ കേരളത്തിലുള്ള മീഡിയാസും ഓൺലൈൻ ചാനലുകളും പത്രങ്ങളും എല്ലാം പല തരത്തിലുള്ള ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെയും അയാളെയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ വർഗീയമായിട്ടും പല രീതിയിൽ ഉള്ള പ്രചാരണങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോഴത്തെ ലോകമല്ല, അവരും അറിയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് ആ കുടുംബം ഒരിക്കലും ഇനി അങ്ങോട്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ല, എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കിയേ പറ്റുള്ളൂ എന്നൊരു സ്റ്റാൻഡിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള വർഗീയ പ്രചാരണങ്ങളും ഈ അവരെ പ്രൊവോക്ക് ചെയ്യുന്നതും ഒക്കെ ഒന്ന് നിർത്തുക. ഒരു മനുഷ്യ ജീവനാണ്. നിങ്ങളുടെയൊക്കെ ചാനലിന്റെ റേറ്റിങ്ങിനെക്കാട്ടിലും റീച്ചിനെക്കാട്ടിലും വലുത് ഒരു മനുഷ്യ ജീവനാണ്. അവർ അറ്റ്ലീസ്റ്റ് അവർ രക്ഷപ്പെട്ട് നാട്ടിലൊന്ന് എത്തുന്നത് വരെയെങ്കിലും നിങ്ങളുടെ ഇങ്ങനത്തെ പ്രചാരണങ്ങൾ ഒന്ന് നിർത്തിവെക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, ഈ നല്ല മനസ്സുള്ളവര് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു നിമിഷപ്രിയയുടെ മോചനം. അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ യമനിൽ താമസിച്ചുകൊണ്ടാണ് നിമിഷപ്രിയയുടെ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നത്. നിമിഷപ്രിയയുടെ അമ്മ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവർണർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ എല്ലാവരും, അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ദീപ, ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവര് അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം മനുഷ്യത്വത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം ഇടപെട്ടു എന്ന് പറയുന്നത് ഇതെല്ലാം ശ്ലാഘനീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു മനുഷ്യ ജീവനാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ നാട്ടിൽ കൊണ്ടുവരിക. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ ബേസിൽ നടക്കുന്ന കുറച്ച് കുപ്രചാരണങ്ങളുണ്ട്, അവകാശവാദങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്. ഞാനാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇത് ചെയ്തത്, മറ്റവരാരും ഒന്നും ചെയ്തില്ല. അപ്പം ഇങ്ങനത്തെ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ദയവ് ചെയ്ത് ഈ നിമിഷപ്രിയ രക്ഷപ്പെട്ട് നാട്ടിൽ വരുന്നത് വരെയെങ്കിലും ഒന്ന് ഒഴിവാക്കുക പ്ലീസ്. ഒരു മനുഷ്യ ജീവന്റെ കാര്യമാണ്. ഇപ്പോഴും അവർ രക്ഷപ്പെടും എന്ന് യാതൊരു ഉറപ്പുമില്ല. 99% ഇപ്പോഴും ആ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയാണ് ഈ തലാലിന്റെ കുടുംബം ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് 1% മാത്രമേ നമുക്ക് മുന്നിലുള്ള ചാൻസ് ഉള്ളൂ. അപ്പം പറ്റുന്നവർ അതിനുവേണ്ടി ഇത് അക്ഷീണം അവര് ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അവർ രക്ഷപ്പെട്ട് നാട്ടിലെത്തട്ടെ. അതിനുശേഷം നിങ്ങൾ ക്രെഡിറ്റ് അടിച്ചോളൂ, നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചോളൂ, നിങ്ങളാണ് രക്ഷിച്ചത് അല്ലെങ്കിൽ ഞാനാണ് രക്ഷിച്ചത്. പക്ഷെ അവർ രക്ഷപ്പെട്ട് വരുന്നത് വരെയെങ്കിലും ഇങ്ങനത്തെയുള്ള വർഗീയ പ്രചാരണങ്ങളും കുപ്രചരണങ്ങളും ഈ അവകാശവാദങ്ങളും എല്ലാം ഒന്ന് ഒഴിവാക്കി അവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച്, നമ്മുടെ ഇന്ത്യയിലെ 145 കോടി ജനങ്ങളുണ്ട്, ഇത്രയും പേരുടെയും പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ട്. രക്ഷപ്പെട്ടു വരട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അവരെ സഹായിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിന്ദിക്കാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ആണെങ്കിൽ എന്ന് മാത്രം ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.